നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിശാലയം. ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത് നല്ല രീതിയിൽ ജോലി അല്ലെങ്കിൽ ബിസിനസ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തന്നെ നല്ല രീതിയിൽ കുറച്ച് നാൾ പോയിക്കൊണ്ടിരിക്കുകയും അതിന് പെട്ടെന്ന് തന്നെ താഴ്ച വരികയും ദിനം പ്രതി താഴ്ച വരിക. ബിസിനസ് ആണെങ്കിൽ ബിസിനസ് കുറഞ്ഞു വരിക, ജോലിയിലാണെങ്കിൽ പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വരിക, നമുക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതെ വരിക, ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് എത്തിപ്പെടാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ കൃത്യസമയത്ത് ജോലിക്ക് പ്രവേശിക്കാൻ പറ്റാതെ വരിക, കച്ചവട സ്ഥാപനങ്ങളാണെങ്കിൽ കൃത്യസമയത്ത് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാതിരിക്കുക, കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഡീലിങ്സ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാതിരിക്കുക, സാമ്പത്തിക നഷ്ടങ്ങൾ പെട്ടെന്ന് വരിക. എന്തറിയില്ല, എന്തോ ഒരു പെട്ടെന്നൊരു ദുരിതങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ആധുനിക ലോകത്ത് അവിശ്വസനീയമായ ഒരു കാര്യമാണ് കൂടോത്രം അല്ലെങ്കിൽ മന്ത്രവാദം. കൂടോത്രം എന്ന് പറയുന്നതിൽ ഉപരിയായിട്ട് മന്ത്രവാദം എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി ശരിയായിട്ട് വരുന്നത്. അപ്പൊ എന്താണ് ഈ മന്ത്രവാദം? മന്ത്രവാദം എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന് ദുഷിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മന്ത്രങ്ങളെ ദുർമന്ത്രങ്ങൾ എന്ന് പറയുന്നു. ഈ ദുർമന്ത്രങ്ങൾ വെച്ചുകൊണ്ട് അതിപ്പോ ഓരോ പ്രത്യക്ഷത്തിൽ വരുന്ന ദേവതകൾ, അതായത് പെട്ടെന്ന് ക്ഷണമായിട്ട് പ്രീതിപ്പെടുത്തുന്ന ദേവതകളുടെ മന്ത്രങ്ങളും പൂജാവിധാനങ്ങളും ഉപയോഗിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഏതെങ്കിലും വിധത്തില് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു ശത്രുത തോന്നുകയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വളർച്ചയിൽ നമുക്ക് എന്തെങ്കിലും കണ്ണുകടി വരികയോ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ നെഗറ്റീവ് എനർജിയെ കടത്തിവിടുന്ന അല്ലെങ്കിൽ വിപരീത ഊർജത്തെ കടത്തിവിടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് കൂടോത്രം അല്ലെങ്കിൽ മന്ത്രവാദം എന്ന് പറയുന്നത്. ബജരംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി ഈ കൂടോത്രം അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്യുമ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ആ വ്യക്തിക്ക് ഫലം കാണുമെന്നുള്ളത് ആ ചെയ്യുന്ന വ്യക്തിക്ക് തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ അധികം നമ്മളുടെ വളർച്ചയ്ക്കനുസരിച്ച് തന്നെ ഒരു നാട്ടിലൊരു ചൊല്ലുണ്ട്, നമ്മൾ വളരും തോറും ശത്രുക്കളും വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മള് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന മാതിരി തന്നെ നമ്മൾ വളരുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എതിർപ്പുകളോ കാര്യങ്ങളോ വരാതിരിക്കാൻ നമ്മൾ അതാത് കാലഘട്ടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും നെഗറ്റീവ് എനർജി നമുക്കുണ്ടോ, നമ്മുടെ സ്ഥാപനത്തിലേക്കുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അതിന് തക്തമായ പരിഹാരങ്ങൾ ചെയ്തു പോയാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ബിസിനസ് പെട്ടെന്ന് തരം ഡെയിലി എന്നുള്ള വ്യവസ്ഥയിൽ താണ് വന്ന് പെട്ടെന്നൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറില്ല. അപ്പൊ താഴ്ന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇപ്പൊ ഒരു ദിവസം ബിസിനസ് കുറഞ്ഞു അല്ലെങ്കിൽ ഒരു ദിവസം ജോലി സ്ഥലത്ത് നമുക്ക് വേണ്ട വിധത്തിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, ആഴ്ചകള്, മാസങ്ങള് ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും അതിന് ഉത്തമമായ പരിഹാരങ്ങൾ ചെയ്യേണ്ടതും. അത് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഏത് രൂപത്തിലാണോ നമ്മളുടെ ശത്രു അല്ലെങ്കിൽ നമ്മളുടെ എതിരാളി നമ്മൾക്ക് ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മം എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ അതേ രീതിയിൽ തന്നെ, നമ്മൾ അവർക്ക് തിരിച്ചടിക്കാനല്ല പറയുന്നത്, അതിൻ്റെ അതേ രീതിയിൽ അതേ ശക്തിയിൽ തന്നെ അതിനെ പ്രതിരോധിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജാതകവശാലും പ്രശ്നവശാലും അല്ലെങ്കിൽ നക്ഷത്രപരമായിട്ടും ഒക്കെ നോക്കുമ്പോൾ വളരെയധികം ഈശ്വരാധീനം, അതുപോലെ ശനിയുടെ യാതൊരുവിധ ദോഷങ്ങളും ഇല്ല, നല്ല അനുകൂലമായി നിൽക്കുന്ന അല്ലെങ്കിൽ ജാതകത്തിൽ അനുകൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം കൊണ്ടും നല്ല കാലമാണെങ്കിൽ കൂടി നമുക്ക് ദിനം പുറകോട്ട് വരുന്നത് എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെ മനസ്സിലാക്കുന്നത്. അതിന് യുക്തമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പ്രാപ്തരായിട്ടുള്ള വ്യക്തികളെ സമീപിച്ചുകൊണ്ട് അവരിൽ നിന്ന് യഥാശക്തി പരിഹാരങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് അതിന് ആത്മാർത്ഥമായിട്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ
ഉറപ്പായിട്ടും ഇതൊരു 100% തന്നെ നമ്മൾക്ക് ഇതിൽ നിന്ന് മുക്തരാകാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.